അങ്ങനെ വെള്ളം കുടിച്ചാൽ നമുക്ക് സ്കിൻ ഗ്ലാസി ആക്കാൻ പറ്റില്ല. നോർമലായിട്ട് വെള്ളം കുടിച്ചതിൻ്റെ ആവശ്യമുള്ളൂ. വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റഡ് ആക്കാൻ നമുക്ക് സ്കിന്നിനെ പറ്റില്ല. ചില ആളുകൾ വിശ്വസിക്കുന്നത് പോലും ഞാൻ ഒത്തിരി വെള്ളം കുടിക്കുന്നതുകൊണ്ട് എൻ്റെ സ്കിൻ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. അതിലൊരു കാര്യമില്ല. അതിലെ കാര്യം സോറിയാസിസ് പകരുന്ന അസുഖമല്ല, ഇൻഫെക്ഷനുകളാണ് പകരുന്നത്. ഒരു രോഗാണു ഉണ്ടാക്കുന്നതാണ്, രോഗാണു പോയിട്ട് വേറൊരാളുള്ളത് ഉണ്ടാക്കുന്നത്. വെള്ളപ്പാണ്ട് ആക്ച്വലി ഇത് മാത്രമല്ല, ഒരുപാട് മിത്തുകളുണ്ട് വെള്ളപ്പാണ്ടിനെ പറ്റിയിട്ട്. വെളുത്ത സാധനങ്ങൾ കഴിക്കരുത് എന്ന് പറയുന്നവരുണ്ട്. വെളുത്ത സാധനങ്ങൾ തന്നെ പിന്നെ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അത്യാവശ്യം നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന, പ്രോപ്പറായിട്ട് കുറച്ച് സമയം തന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് വിറ്റ്ലിഗോ എന്ന് പറയുന്നത്. പോസ്റ്റ്മോർട്ടം ഹെയർ ഫോൾ എന്നാണ്. അങ്ങനെ പ്രഗ്നൻസിയിൽ നമുക്കൊരു ഭയങ്കര ഒരു ഫിസിക്കൽ സ്ട്രെസ്സാണ്. അപ്പോൾ അത് കഴിയുന്ന സമയത്ത് ഹെയർ ഫോൾ വരും. യങ്സ്റ്റേഴ്സൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോബ്സിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാകും. അവരുടെ സ്ട്രെസ്സ്, ഇവൻ ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ടൊരു മുടികൊഴിച്ചിൽ ഉണ്ടാക്കുന്നൊരു ഫാക്ടറാണ്. നമ്മൾ ഒരുപാട് കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഫില്ലേഴ്സ് ചെയ്യുന്നതായിക്കോട്ടെ, ലേസർ ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ. ഇതിൻ്റെ എല്ലാ അഡ്വർടൈസ്മെൻറ്റ് ഹോസ്പിറ്റൽസ് തന്നെ ഇപ്പോൾ ചെയ്യുന്നൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഡോക്ടറിന് അതിനോട് എന്താ അഭിപ്രായം? അങ്ങനെ ശരിക്കും ഹോസ്പിറ്റൽസ് അങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അല്ല, ഹോസ്പിറ്റൽസിന് ആക്ച്വലി ദേ ക്യാൻ അഡ്വർടൈസ്. എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അവർക്ക് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പുതിയൊരു സേവനം ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ അഡ്വർടൈസ്. അത് അഡ്വർടൈസ് ചെയ്തെങ്കിൽ മാത്രമേ അറിയുള്ളൂ. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് അലൗഡ് ഓൺലി. അതിന് കുഴപ്പമില്ല. പക്ഷേ ചില അഡ്വർടൈസ്മെൻറ്റ്സിൽ ആക്ച്വലി നമ്മളതിൽ ഈ ലിമിറ്റഡ് ടൈം ഓഫർ 50% ഓഫ് എന്നൊക്കെ കാണാം ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിൽ വരെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് യൂഷ്വലി ഇപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ വിചാരിക്കും ഒരു ബിഗ് ബില്യൺ ഡേ സെയിൽ വരുമ്പോൾ ഞാനൊന്നും വാങ്ങില്ല എന്ന് വിചാരിക്കും. അവസാനം ഫോണിലൊരു പോപ്പപ്പ് മെസ്സേജ് വരും, ബിഗ് ബില്യൺ ഡേയ്സ്. ഞാൻ വിചാരിക്കും നോക്കിയേക്കാം എന്തൊക്കെയുള്ളതെന്നൊന്നും അറിയാമല്ലോ. അപ്പോൾ അതിലൊക്കെ കയറും. എൻ്റെ ഗെറ്റിംഗ് ലോട്ട് ഓഫ് പ്രോഡക്ട്സ് ഫോർ മൈസെൽഫ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിലൂടെ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ബ്യൂട്ടി കൺസേൺസും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക്, ചിലപ്പോൾ ഭയങ്കര അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇങ്ങനത്തെ ഓഫേഴ്സ് കാണുന്ന സമയത്ത് അദ്ദേഹം അത് എടുക്കാനായിട്ട് തീരുമാനിക്കും. അപ്പോൾ അങ്ങനെ തീരുമാനിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണോ, ഇറ്റ്സ് എ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ തീരുമാനിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണോ ഇതെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കാരണം ഇതെന്ന് പറയുന്നത് ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും അങ്ങനെ നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഇനി ഇതുമായിട്ട് നമ്മളിങ്ങനെ ഇതൊക്കെ കണ്ട് ഇങ്ങനെ കുറേ ക്യാച്ചി കാര്യങ്ങളൊക്കെ കണ്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാനായിട്ട് ചെല്ലുന്ന സമയത്ത് ഇത് ഡെർമറ്റോളജിസ്റ്റ് കണ്ടിട്ട് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്, ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമല്ല, ഇത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളത് വളരെ പ്രോപ്പറായിട്ട് പറയുകയാണ്, ഗൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇഷ്യൂസ് ഇല്ല. ദെൻ നിങ്ങൾ കാണാൻ പോകുന്നൊരു ഡെർമറ്റോളജിസ്റ്റിനല്ല, വേറെ ആരെങ്കിലും ആണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി വലിയ പരിചയമില്ല, നിങ്ങളോട് ഇത് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ അങ്ങനത്തെ കുറേ നൂലാമാലകൾ ഇതിനകത്തുണ്ട്. ബട്ട് എഗെയിൻ ഐ തിങ്ക് എന്തെങ്കിലും ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ വേറെ എവിടെ ഇല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ക്ലിനിക്കിലോ ഹോസ്പിറ്റലോ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് എല്ലാവരിലേക്ക് എത്തിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇറ്റ് ഷുഡ് നോട്ട് ബി ഒരു ബിഗ് ബില്യൺ ഡേ സെയിലിൽ ഒരു കാര്യം പോലെ വിറ്റഴിച്ച് പോകാനുള്ള ഒരു സാധനം. നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക എന്നുള്ളത് അല്ലേ. നമുക്ക് ഒരു സ്കിൻ കണ്ടീഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാം, അല്ലാതെ ഓഫർ ഉള്ളത് കൊണ്ടെങ്കിൽ പോയി ഫില്ലർ എടുക്കുക അല്ലേ. അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് ആ ട്രീറ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റഡ് ആയിരിക്കണം. ഒരു കണ്ടീഷൻ, ഒരു ഡയഗ്നോസിസ് ഉണ്ടായിരിക്കണം. ആ ഡയഗ്നോസിസിന് ആ ട്രീറ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റഡ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇഷ്യൂസ് ഒന്നായിരിക്കും. അതുപോലെ ഹെയർ ഫോൾ, നമ്മൾ ഡാൻഡ്രഫിൻ്റെ കാര്യം പറഞ്ഞു, പ്രിമച്വർ ഗ്രേയിങ് പറഞ്ഞു, അതേപോലെ തന്നെ ഒരു പ്രശ്നമാണല്ലോ ഹെയർ ഫോൾ എന്നുള്ളത്. ഡോക്ടർ, നമ്മളിപ്പോൾ ഹെയറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഡാൻഡ്രഫിൻ്റെ കാര്യം പറഞ്ഞു, പ്രിമച്വർ ഗ്രേയിങ് പറഞ്ഞു, അതുപോലത്തെ ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ ഹെയർ ഫോള്. അപ്പം അതിനെന്തെങ്കിലും നമുക്കൊരു പരിഹാരം പോലെ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടോ? ഹെയർ ഫോൾ അഗെയിൻ മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ എക്സാക്ട് ഡയഗ്നോസിസ് അനുസരിച്ച് മാറും. എല്ലാ മുടി കൊഴിച്ചിലും ഒരുപോലെയല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുക. പക്ഷേ ട്രീറ്റ്മെൻ്റ് ഉള്ള ഒരു സംഗതി തന്നെയാണ് മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് സ്ട്രെസ്സും ഉണ്ടാകും, ചിലപ്പോൾ ഉറക്കം കുറവുള്ളതുണ്ടാകും. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു മെഡിക്കൽ എമർജൻസി വന്നു, അതായത് എന്തെങ്കിലും ഒരു വയ്യായ്ക വന്നു, അതൊരു ഡെങ്കിപ്പനി ആയിക്കോട്ടെ,
അല്ലെങ്കിൽ ഒരു സർജറി ആയിക്കോട്ടെ, ഇത് കഴിഞ്ഞൊരു 2 to 3 months കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഹെയർ ഫോൾ വരും. അതൊരു നോർമലി നടക്കുന്നൊരു സംഗതി. അപ്പോൾ ഈ ഒരു ഹെയർ ഫോൾ ആക്ച്വലി ഭയങ്കര എക്സാജറേറ്റഡ് ഹെയർ ഫോൾ ആണ്. അപ്പോൾ അത് നമ്മളായിട്ട് ഭയങ്കരമായിട്ട് പേടിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ടീലോജൻ എഫ്ലൂവിയം എന്നാണ് അതിന് പറയും. സെയിം തന്നെയാണ് പ്രഗ്നൻസി കഴിയുമ്പോഴും വരുന്നത്, പോസ്റ്റ്മോർട്ടം ഹെയർ ഫോൾ എന്നാണ്. അങ്ങനെ പ്രഗ്നൻസിയിൽ നമുക്കൊരു ഭയങ്കര ഒരു ഫിസിക്കൽ സ്ട്രെസ്സാണ്. അപ്പോൾ അത് കഴിയുന്ന സമയത്ത് ഹെയർ ഫോൾ വരും. എഗെയിൻ ഷിഫ്റ്റ് ജോബ്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരുടെ ഒരു ഉറക്കം കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരിക്കും. പിന്നെ യങ്സ്റ്റേഴ്സൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോബ്സിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാകും, അവരുടെ സ്ട്രെസ്സ്, ഇവൻ ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ടൊരു മുടികൊഴിച്ചിൽ ഉണ്ടാക്കുന്നൊരു ഫാക്ടറാണ്. പിന്നെ അതുകൂടാതെ ചിലപ്പോൾ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടാകും. ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ പൊതുവെ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ വിറ്റാമിൻ B12 അളവ് കുറവായിരിക്കും, വിറ്റാമിൻ D ഡെഫിഷ്യൻസി ഉണ്ടാകും, ചിലപ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും, നമ്മൾ അറിയാത്തതായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് സ്ക്രീൻ ചെയ്യാം. ചിലവർക്ക് ഹോർമോണലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും, ഇതൊക്കെ ഒന്ന് സ്ക്രീൻ ചെയ്യാം. ഒരു പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ അഡ്വൈസസ് ഒക്കെ ഗൈഡ് ചെയ്യാം. വലിയ മരുന്നുകളില്ലാതെ ചെറിയ മുടികൊഴിച്ചിലൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്ത് പോകാറ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുന്നത് സ്കിന്നിന് നല്ലതാണ്. അപ്പം ചില ആളുകൾ അങ്ങനത്തെ ബോട്ടിൽസ് വരെ നമുക്ക് ട്രെൻഡിങ് ആണല്ലോ. ഇപ്പോൾ ഇത്ര മാർക്കിംഗ് ഉള്ള ഒരു 3 ലിറ്ററിന് മുകളിൽ വെള്ളം കുടിക്കുക, അപ്പോൾ സ്കിൻ ഭയങ്കര ഗ്ലാസി സ്കിൻ ആവും. സോ അതിൽ എത്രത്തോളം ഒരു അങ്ങനെയില്ല. അങ്ങനെ വെള്ളം കുടിച്ചാൽ നമുക്ക് സ്കിൻ ഗ്ലാസി ആക്കാൻ പറ്റില്ല. ബോഡി ഹൈഡ്രേഷൻ വേറെയാണ്, സ്കിൻ ഹൈഡ്രേഷൻ വേറെയാണ്. സ്കിൻ ഹൈഡ്രേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ മോയ്സ്ചറൈസേഴ്സ് ഒക്കെ ഇടുന്നത്. നമ്മൾ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയാൽ നമ്മുടെ സ്കിന്നിലും മനസ്സിലാവും. നോർമലായിട്ട് വെള്ളം കുടിച്ചതിൻ്റെ ആവശ്യമുള്ളൂ. എഗെയിൻ നോർമലായിട്ട് വെള്ളം കുടിക്കുന്ന ഒരാൾക്ക് ഭയങ്കര ഡ്രൈ സ്കിൻ ഉണ്ടാകാം. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളല്ല. കുറച്ച് വെള്ളം കുടിക്കുന്ന ആൾക്കാർക്ക് വളരെ ഓയിലി ആയിട്ടുള്ള സ്കിൻ ഉണ്ടാകും. സോ ഇത് രണ്ട് കൺസെപ്റ്റ്സ് ആണ്. വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റഡ് ആക്കാൻ നമുക്ക് സ്കിന്നിനെ പറ്റില്ല. ഇല്ല ശരിക്കും അങ്ങനെ പറയുന്നത് വരെയുണ്ട്. അതായത് ചില ആളുകൾ വിശ്വസിക്കുന്നത് പോലും ഞാൻ ഒത്തിരി വെള്ളം കുടിക്കുന്നതുകൊണ്ട് എൻ്റെ സ്കിൻ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. അതിലൊരു കാര്യമില്ല. ഡയറക്ട്ലി റിലേറ്റഡ് അല്ല. ബട്ട് എവരിബഡി ഷുഡ് ടേക്ക് ഒരു നോർമൽ റിക്വയർമെന്റ് അനുസരിച്ച് വെള്ളം എടുക്കണം. നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാന്നുള്ള പാർട്ട് മാത്രം അല്ല, സ്കിൻ ഹെൽത്തുമായിട്ട് അതിന് ബന്ധമില്ല. എക്സാക്ട്ലി. ഒരു നോർമലായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് തന്നെ ഡ്രൈ സ്കിൻ ഉണ്ടാകാം, ഓയിലി സ്കിൻ ഉണ്ടാകാം, എല്ലാം ഉണ്ടാകാം. അപ്പം നമ്മളിപ്പോൾ ഇത്രയും നേരം ഒരു കോസ്മെറ്റിക് സൈഡാണല്ലോ സംസാരിച്ചത്. ഇനി ശരിക്കുള്ള നമ്മുടെ ഈ സ്കിൻ ഇഷ്യൂസ് ഉണ്ടല്ലോ, സ്കിൻ ഡിസീസസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്ന ഒന്നാണ് സോറിയാസിസ് അല്ലേ? സോ അതെങ്ങനെയാണ്? അതായത് ഒരു സോറിയാസിസ് ഒരു ശാശ്വത പരിഹാരമുണ്ടോ? സോറിയാസിസ് ആക്ച്വലി ഒരു ലോങ് ടൈം ട്രീറ്റ്മെൻറ്റ് വേണ്ടുന്ന ഒരു അസുഖമാണ്. ഒരു നമ്മൾ ക്രോണിക് ആയിട്ടുള്ള അസുഖം എന്ന് പറയും. അതുകൂടാതെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള ഒരു അസുഖമാണ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള ചില അസുഖങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ വരുന്ന ഒരു അസുഖമാണ് സോറിയാസിസ്. അത് നമ്മുടെ തൊലിപ്പുറത്ത് എഫക്റ്റ് ചെയ്യാറുണ്ട്, നമ്മുടെ നഖത്തിന് എഫക്റ്റ് ചെയ്യാറുണ്ട്, നമ്മുടെ സ്കാൽപ്പിൽ എഫക്റ്റ് ചെയ്യാറുണ്ട്, നമ്മുടെ ജോയിൻസിൽ പ്രോബ്ലം ഉണ്ടാക്കാറുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് മെറ്റബോളിക് ആയിട്ടുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ സ്ട്രോക്ക്, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഭയങ്കര ഒരു ഇൻഫ്ലമേഷനാണ് നമ്മുടെ സ്കിന്നിൽ പുറത്തെടുക്കുന്ന പോലത്തെ ഇൻഫ്ലമേഷനാണ് ഉള്ളിൽ നടക്കുന്നത്. അപ്പോൾ ഈ സോറിയാസിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്രോണിക് ആയിട്ടുള്ള അസുഖം അതിൻ്റെ ലോങ് ടേം ആയിട്ട് ട്രീറ്റ്മെൻറ്റ് വേണം. പൊതുവെ ഇത് ശരീരത്തിനെ എങ്ങനെ എഫക്റ്റ് ചെയ്തു, ഏതൊരളവിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള അനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഒരു ശരീരത്തിൻ്റെ 10% താഴെ, അതായത് ഇതാണ് നമ്മൾ 1% പറയാം, അങ്ങനെ 10% താഴെ എഫക്റ്റ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ ക്രീമിലൂടെയാണ് അതിനെ ട്രീറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ജോയിൻറ്റ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇനി 10% കൂടുതലുണ്ട്, ജോയിൻസിലൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മരുന്ന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ന്യൂവർ ജനറേഷൻ മരുന്നുകൾ വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ബയോളജിക്കൽസ് എന്നാണ് പറയുക. ഇത്തരം മരുന്നുകൾ പൊതുവെ ഇഞ്ചെക്ഷൻസ് ആയിട്ടാണ് എടുക്കുന്നത്. ഇൻ ഫ്യൂച്ചർ അത് ടാബ്ലറ്റ്സ് ആയിട്ടും അവൈലബിൾ ആവും. വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള മെഡിസിൻസ് ആണ്. ഒരു സോറിയാസിസ് ഉള്ള രോഗികളെ, അതുമായിട്ട് ബുദ്ധിമുട്ട് വരുന്നവരെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന മെഡിസിനാണ്. യൂഷ്വലി ഞാൻ ഒരു സോറിയാസ് ആയിട്ടുള്ളൊരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇവാലുവേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ പൊതുവെ ബയോളജിക്കൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 to 3 months അത് കംപ്ലീറ്റ് ക്ലിയർ ആവുന്നതായിട്ട് കാണാറുണ്ട്. അല്ലാത്തവരും ഉണ്ട്, കുറച്ചുകൂടെ സമയം എടുക്കുന്നവരുണ്ട്. ബട്ട് ഓൺ ആൻ ആവറേജ് 2 to 3 months പൊതുവെ ക്ലിയർ ആവുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇത് ചിലർക്ക് ബൈ ബർത്ത് സോറിയാസിസ് കുഞ്ഞിലേ തൊട്ട് അങ്ങനെ ഉണ്ടോ, അതോ അല്ലെങ്കിൽ ലൈഫിൽ ഇപ്പോൾ ഒരു ലേറ്റർ സ്റ്റേജിലും സോറിയാസിസ് വരാമോ?
സോറിയാസിസ് തന്നെ നോക്കൂ 2 ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ജനറ്റിക് ആയിട്ട് വരുന്ന സോറിയാസിസ് ഉണ്ട്. അതല്ലാതെ നമ്മൾ ഈ ഡയബറ്റീസ് പറയുന്ന പോലെ കുഞ്ഞുനാൾ തൊട്ട് വരുന്ന ജൂനിയൽ ഡയബറ്റീസും അല്ലാതെയുള്ള ഡയബറ്റീസും പറയുന്നില്ല. അതുപോലെ തന്നെ സോറിയാസിസ് 2 ടൈപ്പാണ്. ഫസ്റ്റ് ടൈപ്പ് വളരെ കുറവാണ്. ജന്മന അങ്ങനെ വരുന്ന സോറിയാസിസ് വളരെ റെയറാണ്. പക്ഷേ കുഞ്ഞുങ്ങളിൽ വരാറുണ്ട്. അതിന് വേറെ മോർഫോളജീസും ഒക്കെ നമ്മൾ പറയാറുണ്ട്. പൊതുവേ പക്ഷേ നമ്മൾ സോറിയാസിസ് കാണുന്ന ഒരു അഡൾട്ട് ഏജ് ഗ്രൂപ്പിലാണ് പൊതുവേ സോറിയാസിസ് കാണുന്നത്. കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ്. അതായത് എഗെയിൻ പ്രോബ്ലം ഇതാണ്, പണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്നുകളെ അപേക്ഷിച്ച് പാർശ്വഫലങ്ങൾ കുറഞ്ഞവയും സോറിയാസിസിനെ ഒരു വലിയ കാലയളവിലേക്ക് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നവയായിട്ടുള്ള മരുന്നുകളുണ്ട്. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ അത് തിരിച്ചു വരികയും നമ്മൾ വീണ്ടും മരുന്നുകൾ ഉപയോഗിക്കുകയും വേണം. ബിക്കോസ് ഇറ്റ്സ് എ ക്രോണിക് ഡിസീസ്. ശരിക്കും ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുമോ ശരിക്കും? അതായത് ഇപ്പോൾ സോറിയാസിസ് ഉള്ള ആളുകൾക്ക് പൊതുവേ അവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ, അതായത് ക്രോണിക് അവസ്ഥയാകുമ്പോൾ വരാനുള്ള മടിയും അല്ലെങ്കിൽ അവരോട് ഇടപെടാനുള്ള മടിയും ആളുകൾ കാണിക്കാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാന പേടി എന്ന് വെച്ചാൽ ഇത് പകരുമോ എന്നുള്ളത് കൊണ്ടാണ്. സോ അങ്ങനെ പകരുന്നൊരു അവസ്ഥയാണ് സോറിയാസിസ്. സോറിയാസിസ് പകരുന്ന അസുഖമല്ല, അതൊരു ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള അസുഖമല്ല. ഇൻഫെക്ഷനുകളാണ് പകരുന്നത്. ഒരു രോഗാണു ഉണ്ടാക്കുന്നതാണ്, രോഗാണു പോയിട്ട് വേറൊരാളുള്ളത് ഉണ്ടാക്കുന്നത്. ഇതൊരു ഇൻഫെക്ഷൻ അല്ല, ഒരു ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള അസുഖമാണ്. സോറിയാസിസ് പകരില്ല. സോറിയാസിസ് പോലെ തന്നെ ഭീതിപ്പെടുത്തുന്ന വേറൊരു സ്കിന്നിൻ്റെ അവസ്ഥയാണല്ലോ നമ്മൾ വെള്ളപ്പാണ്ട് എന്ന് പറയുന്നത്. ഇത് റിലേറ്റ് ചെയ്ത് നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് കഥകൾ വരെ ഉണ്ട്. ഇപ്പം നാഗങ്ങളുടെ കോപം ഉണ്ടെങ്കിൽ വരുന്ന അസുഖമായിട്ട് പറയുന്ന ഒരു കാര്യമായിരുന്നു വെള്ളപ്പാണ്ട്. അല്ലെങ്കിൽ സർപ്പത്തിനെ കൊന്നു കഴിഞ്ഞാൽ ഇത് വരും, അല്ലെങ്കിൽ അങ്ങനെ മിത്ത് വരെയുള്ളൊരു ഡിസീസാണ് ഈ വെള്ളപ്പാണ്ട് എന്നുള്ളത്. സോ അതിനെക്കുറിച്ച് അതെങ്ങനെയാണ് ശരിക്കും വെള്ളപ്പാണ്ട് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നത് ആളുകൾക്ക്? വെള്ളപ്പാണ്ട് ആക്ച്വലി ഇത് മാത്രമല്ല, ഒരുപാട് മിത്തുകളുണ്ട് വെള്ളപ്പാണ്ടിനെ പറ്റിയിട്ട്. വെള്ളപ്പാണ്ടുള്ളവരെ എനിക്ക് തോന്നുന്നു വെറുതെ ഇങ്ങനെ ഉദ്ദേശിക്കുന്നതാണോ അറിയില്ല. വെളുത്ത സാധനങ്ങൾ കഴിക്കരുത് എന്ന് പറയുന്നവരുണ്ട്. വെളുത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. ഉപ്പ് കൂട്ടരുത്, പുളി കൂട്ടരുത് എന്ന് പറയുന്നവരുണ്ട്. മാംസം ഉപേക്ഷിച്ച് വെജിറ്റേറിയൻ ആവണം എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇത് പൊതുവെ എങ്ങനെയാണ് ഞാൻ അറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ട്രീറ്റ്മെൻറ്റ് എവിടെന്നെങ്കിലുമൊക്കെ എടുത്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാത്ത പേഷ്യൻസ് ആയിരിക്കും, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവരോട് സംസാരിക്കും. ഇത് കാരണം ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമ്പോൾ ഡയറ്ററി ഹാബിറ്റ്സിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ പതുക്കെ ഇവർ റിവീൽ ചെയ്യുക, ഞങ്ങൾ ഒരു 2 കൊല്ലമായിട്ട് ഉപ്പ് കൂട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് കൂടുതൽ. 2 കൊല്ലമായിട്ട് നോൺ വെജ് ഫുഡേ കഴിച്ചിട്ട് ഡെഫിഷ്യൻസി കാര്യങ്ങളോടാണ് ആവുന്നത്. അപ്പോൾ ഇത് പൊതുവെ ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് സ്പ്രെഡ് ചെയ്യാതിരിക്കുക. വെള്ളപ്പാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സോറിയാസിസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള അസുഖമാണ്. അതായത് നമ്മുടെ ശരീരത്തിന് തോന്നുകയാണ് നമ്മുടെ ശരീരത്തിൻ്റെ പിഗ്മെൻ്റ് ഉണ്ടാക്കുന്ന കോശങ്ങൾ ആവശ്യമില്ല എന്ന് തോന്നിയിട്ട് അതിനെ നശിപ്പിച്ച് നമ്മുടെ ശരീരം തന്നെ സ്വന്തമായി നശിപ്പിച്ച് കളയുന്ന ഒരു അസുഖമാണ് വെള്ളപ്പാണ്ട്. അത് കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു അസുഖമാണ്. അതായത് അത് ചിലപ്പോൾ കുറേ നാൾ ഒരു ചെറിയൊരു വെള്ളപ്പാണ്ട് വന്നിട്ട് കാലങ്ങളോളം അങ്ങനെ തന്നെ നിൽക്കാം, അത്രമാത്രം ഉണ്ടാകും. ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് അത് സ്പ്രെഡ് ആവാം, പുതിയ സ്ഥലങ്ങളിലേക്ക് വരാം. ചിലപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ വരാം, പിന്നെ അത് സ്വന്തമായിട്ട് അങ്ങ് റെഡിയായി പോവാം. അങ്ങനെ കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു അസുഖം. റെഡിയായി പോവാം, റിവേഴ്സിബിൾ ആകാം. ചിലപ്പോൾ അത് കംപ്ലീറ്റ്ലി സ്വന്തമായി തന്നെ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ല, സ്വന്തമായി റെഡിയായി പോവാം. ഇത് എങ്ങോട്ട് വേണമെങ്കിലും ഇത് മൂവ് ചെയ്യാം. ചിലപ്പോൾ അത് റെഡി ആവുകയില്ല, അങ്ങനെ തന്നെ നിൽക്കാം. ചിലപ്പോൾ ശരീരം മുഴുവൻ വന്നിട്ട് നമുക്ക് ഫുൾ കളറേ മാറാം. അപ്പോൾ ഇതൊരിക്കലും സ്പ്രെഡ് ആവുന്ന ഒരു അസുഖമൊന്നുമല്ല. പക്ഷേ ഈ അസുഖത്തിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഈ രോഗപ്രതിരോധ ശേഷിയെ കുറയ്ക്കാനുള്ള മരുന്നുകളാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ക്രീമുകളാകാം, ടാബ്ലറ്റുകളാകാം. അത്യാവശ്യം നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന, പ്രോപ്പറായിട്ട് കുറച്ച് സമയം തന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് വിറ്റ്ലിഗോ എന്ന് പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രോപ്പറായിരിക്കണം, ഫോളോ അപ്സ് പ്രോപ്പറായിരിക്കണം. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കേട്ട് അതിൻ്റെ പുറകെ പോകരുത്. സയൻസ് എന്താണെന്ന് മനസ്സിലായിട്ട് സയൻസിനെ ഫോളോ ചെയ്യണം. ഡോക്ടർ പറയുന്നത് ഫോളോ ചെയ്യണം. അതിനെപ്പറ്റി നമുക്ക് വായിച്ച് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. അത് വായിച്ച് മനസ്സിലാക്കുക, അതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് വിറ്റ്ലിഗോ. സാർ, അപ്പം ഈ വെള്ളപ്പാണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും പകരില്ല എന്ന് സാർ തന്നെ പറഞ്ഞില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ എല്ലാവരും അല്ല, എപ്പോഴും നമ്മൾ 2 സൈഡ് പറഞ്ഞു. ഇപ്പോൾ കുറേയൊക്കെ ആളുകൾക്ക് അറിവുള്ളതുകൊണ്ട് ചേർത്ത് പിടിക്കാന്നൊരു മൈൻഡ് കൂടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മളൊരു ഓഡ് വൺ കാണുന്ന പോലെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ ഒരു വെള്ളപ്പാണ്ടുള്ള ഒരാൾ വന്ന് ഒരു കൊച്ചു കുട്ടിയെ എടുത്താൽ നമുക്ക് അസ്വസ്ഥരാകുന്ന ആൾക്കാരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. സോ അതിലെന്തെങ്കിലും കാര്യമുണ്ട്? അതൊരിക്കലും പകരുന്ന ഒരു അവസ്ഥ അങ്ങനെയൊന്നും അല്ലല്ലോ, അല്ലേ? അതൊരിക്കലും പാടില്ല. കാരണം നോക്കൂ, വേറൊരു വിധ പ്രശ്നങ്ങൾ ഇതുമായിട്ടില്ല.
ജസ്റ്റ് നമ്മുടെ അവിടുത്തെ പിഗ്മെൻറ്റ് സെൽസ് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരിക്കലും അല്ല അത് ഡീൽ ചെയ്യേണ്ടത്. കാരണം അത് അവർ വളരെയധികം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉപയോഗിക്കുന്നവരായിരിക്കും. എവിടെ പോയാലും ഒരു ഓഡ് വൺ ഔട്ടായിട്ട് ആളുകൾ കാണുക. അപ്പോൾ അവരെ ഒരിക്കലും അങ്ങനെ അത് ട്രീറ്റ് ചെയ്യേണ്ട ഒരു അസുഖമല്ല. പലർക്കും ഇതിനെപ്പറ്റി എന്താണ് സംഭവിക്കുന്നതെന്ന് പ്രോപ്പറായിട്ട് അറിയാത്തതുകൊണ്ടാണ്, ഇപ്പോഴും അറിയാത്തതുകൊണ്ടാണ്. ഇതെന്ന് പറയുന്നത് ഒരു യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത ഇങ്ങനെ ഉള്ളൊരു അസുഖമാണ്. അപ്പോൾ അതിനെ നമ്മൾ സ്റ്റിഗ്മറ്റൈസ് ചെയ്യാതിരിക്കുക, അതിനെ മാറ്റി നിർത്താതിരിക്കുക, ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് എടുക്കുക. ഇപ്പം ആസ് എ ഡെർമറ്റോളജിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ വന്നൊരു ഈ സ്കിൻ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ പേഷ്യൻസ് സാറിൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ്. മുടി കൊഴിച്ചിൽ, ആക്നെ, പിഗ്മെന്റേഷൻ, ഇതൊക്കെയാണ് കൂടുതലായിട്ട് എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഇതാണ്. ഇപ്പം നമ്മളെപ്പോൾ നോക്കിയാലും ഈ സ്കിൻ ഡിസീസ് എന്ന് പറയുന്നത് ആൾക്കാരുടെ ഒരു സൈക്കോളജി അല്ലെങ്കിൽ ഒരു ഇമോഷനുമായിട്ടും കൂടെ കുറച്ച് കണക്റ്റഡ് ആണല്ലോ. അതായത് ഇപ്പം മുഖക്കുരുള്ളവർ അതിൽ കൺസേൺഡ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇപ്പം വലിയ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞ സോറിയാസിസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കേസ് വരുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്തിനെയും കൂടെ അത് കുറച്ചുകൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ സ്കിൻ കണ്ടീഷൻസ്. എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. സോ അതെങ്ങനെയാണ് ഡെർമറ്റോളജിസ്റ്റുകൾ ബാലൻസ് ചെയ്യുന്നത്? ജസ്റ്റ് അവരെ ട്രീറ്റ് ചെയ്താൽ മാത്രം പോരല്ലോ, വേറൊരു സൈഡും കൂടെ ഉണ്ടല്ലോ ഇതിന്. റൈറ്റ്. ആക്ച്വലി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം പലപ്പോഴും തിരക്കുള്ള ഒരു OPDയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ മറന്നു പോകാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണ്. കാരണം ചെറിയ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആക്നെ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമായിരിക്കും. പക്ഷേ ഒരു 25 ഇയർ ആയിട്ടുള്ള ഒരാൾക്ക് അവരുടെ മേ ബി ഒരു മാരേജ് ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ അതിന് ആക്ച്വലി പ്രോപ്പറായിട്ട് ഇരിക്കണം എന്നുള്ള വലിയൊരു വൺ ഓഫ് ദി മെയിൻ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിന് നമ്മളത് പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു ഹിസ്റ്ററി ടേക്കിംഗ്, പ്രോപ്പർ ഒരു ഹിസ്റ്ററി ടേക്കിംഗ്, അത് എന്തൊക്കെയാണ് പേഷ്യൻ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടോ, അതെല്ലാം മനസ്സിലാക്കി തെറ്റിദ്ധാരണകൾ തിരുത്തി പ്രോപ്പറായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. എഗെയിൻ നേരെ തിരിച്ചുകൊണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ട്രെസ് എഗെയിൻ ഈ പ്രശ്നങ്ങളെ കൂട്ടുകയും ചെയ്യും. ഇപ്പോൾ സ്ട്രെസ്സ് കൂട്ടുന്ന കാര്യങ്ങളാണ് ഹെയർ ഫോൾ, സ്ട്രെസ്സ് കൂട്ടുന്ന കാര്യമാണ് ആക്നി, ഇപ്പൊ പറഞ്ഞ എല്ലാം സ്ട്രെസ്സ് കൂട്ടുന്ന കാര്യങ്ങളാണ് സോറിയാസിസ്. ശരിക്കും ഇമോഷണൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്കിൻ ഹെൽത്ത് ആണ്. മെന്റൽ ഹെൽത്ത് ആക്ച്വലി ഒരു ഭയങ്കര വലിയ ഫാക്ടറാണ്. അതായത് നമ്മൾ ഏതൊരു സ്കിൻ കണ്ടീഷൻ എടുത്താലും അതിലൊരു സ്ട്രെസ് എന്ന് പറയുന്നതിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഈവൻ നമ്മുടെ ഏജിങ്ങിന് പോലും നമുക്ക് വേഗം പ്രായമാകാനുള്ളൊരു സ്ട്രെസ് കൂടുതലുള്ളവർക്ക് വേഗം പ്രായമാകാറുണ്ടെന്ന് പെട്ടെന്ന് പണ്ടൊക്കെ നമ്മൾ പറയാം. ഇറ്റ്സ് ട്രൂ. സോ ഇപ്പം നമ്മൾ മെഡിക്കൽ സൈഡ് അല്ല, ഇപ്പം മെഡിക്കേഷൻസ് ഇല്ലാതെ ആസ് എ ഡോക്ടർ ഇപ്പോൾ പറയുകയാണ് നിങ്ങൾക്ക് നല്ലതായിട്ട് രീതിയിൽ സ്കിന്നൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു 2 കാര്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നല്ലപോലെ ആഹാരം കഴിക്കുക. ആഹാരം കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രോസസ്ഡ് ഫുഡ് ഒഴിവാക്കുക, ഷുഗർ കണ്ടൻറ്റ് വളരെ മിനിമം എടുക്കുക, പ്രോട്ടീൻസ് നല്ലപോലെ കഴിക്കുക, കാർബോഹൈഡ്രേറ്റ് ആവശ്യത്തിന് കഴിക്കുക, ഫൈബർ ആവശ്യത്തിന് കഴിക്കുക. അതൊരു കാര്യം. രണ്ടാമത് നല്ലപോലെ ഉറങ്ങുക, ഒരു 8 hours എങ്കിലും ഉറങ്ങുക. ആഹാരവും വെള്ളവും ഉറക്കും, ഇതാണ് നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് പ്രോപ്പർ ആണെങ്കിൽ തന്നെ സ്കിൻ ഹെൽത്ത് അത്യാവശ്യം നല്ലൊരു ഹെൽത്തി സ്കിന്നായി പൊക്കോളും. എക്സസൈസസും അല്ലേ? എക്സസൈസ്, വർക്കിംഗ് ഔട്ട്. ഓക്കെ. സോ എനിക്കറിയാം ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്, എനിക്ക് ഇനി എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്. പക്ഷെ കുറേ ടൈം സാർ സ്പെൻഡ് ചെയ്തു. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി നമുക്ക് 1-2 സെഷൻസും കൂടി ഇരുന്ന് കുറേ കവർ ചെയ്യാനുണ്ട്. പക്ഷെ ഇന്നിപ്പം ഇത്രയും ടൈം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത് കുറച്ചൊക്കെ നമ്മളുടെ ഞാൻ ചോദിച്ച ഡൗട്ടൊക്കെ സാർ ക്ലിയർ ചെയ്ത് തന്നു. ഇനിയും കുറേ ഉണ്ട്, അത് നെക്സ്റ്റ് സെഷനിലാവാം. അപ്പോൾ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.